സാർ നമസ്കാരം. നമസ്കാരം. ഏത് സർക്കാരുകൾ വന്നാലും മദ്യവും ലോട്ടറിയും അതിലൂടെയുള്ള വിൽപ്പനയും അതിലൂടെയുള്ള വരുമാനവും നിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഭരണം സാധ്യമല്ല എന്നുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ്റെ മദ്യനയങ്ങൾ വികലമായിരുന്നു. മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി മദ്യശാലകൾ അടച്ചുപൂട്ടുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ ബാറിൻ്റെ പ്രവർത്തന സമയം കുറയ്ക്കുന്നതോ അല്ല വേണ്ടത്, മദ്യവർജനമാണ്. ജനങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള അതിന് ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള അവബോധനമാണ് നടത്തേണ്ടതെന്നൊക്കെയാണ് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞത്. മദ്യശാലകൾ ക്രമേണ അടച്ചുപൂട്ടും എന്നുള്ള വാഗ്ദാനം കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 800 ബാറുകളാണ് അധികം തുറന്നത് എന്നുള്ളതും ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെ നീട്ടിക്കൊടുത്തതും, അതായത് 2 മണിക്കൂർ വീതം പ്രവർത്തന സമയം നീട്ടിക്കൊടുത്തതുമെല്ലാം മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു വാദം എങ്ങനെയാണ് കേരളത്തിൽ മലയാളിക്ക് ഇന്ന് വരെ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞു വരുന്നത്, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുകയും അങ്ങനെ മയക്കുമരുന്നുകളിലേക്കും മറ്റും ജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ ആകൃഷ്ടരാകുന്നത് കുറയ്ക്കാനിത് സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള തരത്തിൽ തന്നെ ബജറ്റ് അവതരണ വേളയിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയുണ്ട്. അതിനെതിരെ ഇപ്പോൾ ബിഷപ്പ് പാമ്പ്ളാനി അടക്കമുള്ള സാമുദായിക ആചാര്യന്മാർ വി.ഡി. സതീശനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. കൂടാതെ LDFൻ്റെ മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന MP രാജേഷിൻ്റെ ഒരു പ്രസ്താവന ഇന്നലെ വായിക്കാനിടയായി. വി.ഡി. സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഉത്തരവിടുമ്പോൾ എത്രയാണ് മദ്യമുതലാളിമാരിൽ നിന്ന് കിട്ടിയത്, എത്ര കോടി കിട്ടി എന്നുള്ളതൊന്ന് വ്യക്തമാക്കണം എന്ന് MP രാജേഷ് പറയുമ്പോൾ, ബ്രൂവറി അടക്കമുള്ള ഇടപാടുകളിൽ 800 മദ്യശാലകൾ കേരളത്തിൽ കൂടുതൽ തുറന്നതിൽ, അതുപോലെ തന്നെ ബാറുകളുടെ സമയം കൂട്ടിക്കൊടുത്തതിലെല്ലാം എത്ര കോടി രൂപ ഇടതുപക്ഷ സർക്കാരിന് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന MP രാജേഷിന് കിട്ടി എന്നറിയാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ട്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ മദ്യനിരോധനം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മദ്യനിരോധനം ഉണ്ടാവുകയും അങ്ങനെ കേരളത്തിൽ രോഗികളുടെ എണ്ണം കുറയുകയും ചെയ്തിരുന്നു. എന്നാൽ 2016 അധികാരത്തിൽ വന്ന ഉടനെ കേരളത്തിലെ വൻകിട ആശുപത്രി ഉടമകൾ പിണറായി വിജയനെ കണ്ട് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിലൊന്നും ആളുകളില്ല, അതിൻ്റെ ഹോസ്പിറ്റൽ നടത്തിപ്പ് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും മദ്യനിരോധനം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടീഷൻ ഉണ്ടാക്കുകയും ഇതിൽ വീണ വിജയൻ ആ സമയത്ത് ഇടപെടുകയും ചെയ്തു എന്നാണ് ഒരു ആശുപത്രി ആയിട്ട് ഒരാൾ പറഞ്ഞത്. 100 കോടി രൂപ അവരാവശ്യപ്പെട്ടു. അങ്ങനെ 100 കോടി രൂപ അപ്പോൾ തന്നെ പറയേണ്ട സ്ഥലത്ത് വിദേശത്ത് കൊടുക്കുകയും മദ്യനിരോധനം പിൻവലിക്കുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന മദ്യ ഷോപ്പുകളേക്കാൾ 830ഓളം ഷോപ്പുകൾ ഗ്രാമാന്തരങ്ങളിലടക്കം തുറന്ന് കേരളത്തിലെ മദ്യവിൽപ്പന വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിന് 2 ലക്ഷ്യമായിരുന്നു. 1, കേരളത്തിൽ അതുവഴി നികുതി വർധനവ് ഉണ്ടാക്കുന്നു. 2, കേരളത്തിലെ ആശുപത്രികളിൽ രോഗികളെ ഉണ്ടാക്കി കൊടുക്കുന്നു. പുതിയ കുടിയന്മാർക്ക് കടന്നു വരാനുള്ള സുവർണാവസരമായിരുന്നു. അതെ, അങ്ങനെ കേരളത്തിലെ ആശുപത്രികൾക്ക് അതോടുകൂടി പ്രശ്നങ്ങൾ തീർന്നു. എല്ലാ ആശുപത്രികളിലും ആളുണ്ടായി. നേരത്തെ വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്, 2016 ആശുപത്രികളിലൊക്കെ ആൾ കുറവായിരുന്നു, ഇപ്പം കണ്ടമാനം ആളുകളുണ്ടെന്ന്. അത് എവിടെ നിന്നാണ് വന്നത്? യഥാർത്ഥത്തിൽ മദ്യപാനം കൂടുകയും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മദ്യം സുലഭമാവുകയും ചെയ്തതോടെ വീടുകളിൽ സമാധാന അന്തരീക്ഷം ഇല്ലാതാവുകയും അവിടെയുള്ള കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഓഹരി മദ്യഷാപ്പിലേക്ക് പോവുകയും അതുവഴി രോഗികളാകുകയും അതുവഴി അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ അതേപോലെ ബ്രൂവറി തുടങ്ങിയ സമയത്ത് അതിൻ്റെ യഥാർത്ഥ ശില്പി എന്ന് പറയുന്നത് MP രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് പ്രധാനമായി കാരണമായിട്ടുള്ളത് ബ്രൂവറി ഇടപാടാണ്. അതിൽ കോടികളുടെ ഇടപാടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം മദ്യഷാപ്പുകളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും പണം കിട്ടി, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്നും പണം കിട്ടി. ഒരേപോലെ 2 സ്ഥലത്തുനിന്നും പണം കിട്ടിയുള്ള ഒരാളാണ് പിണറായി വിജയൻ. മറുഭാഗത്ത് അത് നയിച്ചിരുന്ന എക്സൈസ് മന്ത്രിയായിരുന്ന MP രാജേഷിന് അതിൻ്റെ ഓഹരി കിട്ടി. അദ്ദേഹം ജീവിതത്തിൽ തന്നെ കള്ളത്തരം കാണിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിയമവിരുദ്ധമായി യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് കയറ്റിയിട്ടുള്ള ആളാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. മുമ്പ് നമുക്ക് MP രാജേഷ് എന്ന് പറഞ്ഞ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മന്ത്രിയായ ശേഷം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടു. അദ്ദേഹം എന്തായി അവസാനം
പാലക്കാട് നിന്ന് അദ്ദേഹം തൃത്താലയിൽ നിന്ന് ദയനീയമായി തോൽക്കേണ്ടി വന്നു. തോൽക്കാൻ കാരണം ഈ ബ്രൂവറി ഇടപാട് തന്നെയാണ്. അല്ലായിരുന്നെങ്കിൽ തൃത്താലയിൽ പി ടി ബലറാമിനോട് അത്ര ദയനീയമായി തോൽക്കില്ലായിരുന്നു. പാലക്കാട് ജില്ലയിൽ അവിടെ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി അവസാനം ഏൽപ്പിച്ചത് MP രാജേഷിനെ ആയിരുന്നു. അദ്ദേഹം അന്ന് ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് MP രാജേഷ് എന്ന് പറയുന്നത് ഈ ബ്രൂവറി തുടങ്ങിയതിലൂടെ കോടികൾ ഉണ്ടാക്കിയ ആളാണ് എന്ന്, അഴിമതിക്കാരനാണ് എന്നുള്ള കൃത്യമായ അറിവാണ്. ഇതിൻ്റെ ഇടയിലാണ് മലർന്നു കിടന്ന് തുപ്പുന്നത് MP രാജേഷ്. സ്വന്തം മുഖം മിനുക്കാൻ വേണ്ടി ഇപ്പോൾ VD സതീശൻ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു, കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ MDMA നിരോധിക്കുന്നതിന് വേണ്ടിയും മയക്കുമരുന്ന് നിരോധിക്കുന്നതിന് തൂഫാൻ പോലുള്ള വളരെ കൊടുങ്കാറ്റ് തന്നെ കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ഓപ്പറേഷൻ തൂഫാൻ വഴി കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, കേരളത്തിലെ MDMA അടക്കമുള്ള മയക്കുമരുന്നുകൾ കിട്ടാതെ വരുമ്പോൾ അത്തരമുള്ള ആളുകൾക്ക് മാനസികമായ വൈകല്യങ്ങൾ ഉണ്ടാകും. അത്തരം ആളുകൾക്ക് വീര്യം കുറഞ്ഞ മദ്യം കിട്ടിക്കഴിഞ്ഞാൽ വേറെ അപകടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. താൽക്കാലികമായിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം അത്തരം മദ്യം ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ചെറിയ തോതിലുള്ള മദ്യപാനം തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഒരു മരുന്നായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. വൈനായാലും ബീറായാലും അതിന് വലിയ ലഹരിയൊന്നുമില്ല. അപ്പോൾ അത്തരം ഇതിന് അത് കുറയുന്നതിലൂടെ കൂടുതൽ ഉപയോഗം ഉണ്ടാകും. മയക്കുമരുന്നിന് പോയിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങളിൽ പോയ ആളുകൾ ഇതിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് വേറെ നാട്ടിൽ കുഴപ്പമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ വില കുറഞ്ഞ മദ്യത്തിന്, വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറയുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകൾ വലിയ വീര്യമുള്ള മദ്യം അടിക്കാതെ വരികയും ചെയ്യും. ആ തന്ത്രം കൃത്യമായിട്ടാണ്, സൈക്കോളജിക്കൽ എഫക്റ്റ് കൂടി കണ്ടുകൊണ്ടാണ് VD സതീശൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ മറ്റൊന്നുകൂടി ഒന്ന് എടുത്തു പറയട്ടെ. MP രാജേഷ് നിയമസഭയിൽ മന്ത്രിയായിരിക്കും മറ്റൊരു കാര്യം കൂടി ഒരു ചോദ്യോത്തരവേളയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പഴച്ചാറുകളിൽ നിന്നും അതുപോലുള്ള ധാന്യങ്ങളിൽ നിന്നുമെല്ലാം വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുമായി സർക്കാരിന് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ധാന്യങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ ഈ പഴച്ചാറുകളിൽ നിന്ന് പഴം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നതിന് പദ്ധതികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് അന്ന് MP രാജേഷ് പറഞ്ഞത്. ആ MP രാജേഷ് പ്രതിനിധാനം ചെയ്യുന്ന CPM അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഇപ്പോൾ VD സതീശനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ചില സമുദായങ്ങളുടെ അല്ലെങ്കിൽ ചില മതങ്ങളുടെ തന്നെ ആരാധനാക്രമങ്ങളിൽ പോലും വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള പരക്കെ സമ്മതിക്കപ്പെടുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ വില കൂടിയ അല്ലെങ്കിൽ വീര്യം കൂടിയ മദ്യം ഉപയോഗിച്ച് ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൻ്റെ, യുവസമൂഹത്തിൻ്റെ ആരോഗ്യപരമായ മാനസികപരമായ ആ ഒരു തകർച്ചയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിലൂടെ അവരെ തൃപ്തരായി നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു സർക്കാരിൻ്റെ നടപടിക്രമം എന്നാണ് ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് സർക്കാർ നികുതി കുറച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഭാഷ്യമാണ് വരുന്നത്. എന്ത് തരത്തിലുള്ള മദ്യമായാലും മദ്യവർജനം തന്നെയാണ് വേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഈ നേരത്തെ ഇത്തരം കാര്യങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുള്ള ആളുകളായതുകൊണ്ടാണോ ഇപ്പോൾ VD സതീശൻ ഇത്തരം നിയമപരമായ ഇളവുകൾ നൽകുന്നതിലൂടെ ഈ കോടികൾ സമ്പാദിച്ചുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ തുടരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഭംഗി നിരയാണ് പറയാം. പക്ഷെ അവിടെയും ഒരു അപകടമുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമല്ല ഈ ഒരു സർക്കാർ. അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കേരളയിൽ പോലുള്ള ജനദ്രോഹകരങ്ങളായ നടപടികൾ ഇനിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തലാക്കിയ VD സതീശന് ഒരു കാരണവശാലും കഴിഞ്ഞ സർക്കാരിൻ്റെ മദ്യനയം തുടർന്നു പോകേണ്ട യാതൊരു ആവശ്യതയുമില്ല. ജനങ്ങളാണ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം മുൻപിലുള്ള ഏറ്റവും വലിയ അധികാര കേന്ദ്രം. അവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലും യുക്തമായ തീരുമാനം അദ്ദേഹം കൈക്കൊള്ളണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് തന്നെയാണ് ഈ പിതാവ് പാമ്പ്ളാനിയുമെല്ലാം പറഞ്ഞത്. എന്നാൽ ഈ നേരത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന മദ്യനയത്തെക്കുറിച്ച് പിതാവ് പാമ്പ്ളാനി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് കൂടി എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. പാമ്പ്ളാനിയുടെ ഒറ്റ ചോദ്യമാണ് അതിനകത്തുള്ളത്. ക്രിസ്ത്യൻ ചടങ്ങുകൾ, ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ചടങ്ങുകളിലോ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലെല്ലാം തന്നെ വൈൻ എന്തിനാണ് കൊടുക്കുന്നത്? ഞാൻ ധാരാളം ചടങ്ങുകളിൽ പോയിട്ടുണ്ട്. ക്രിസ്ത്യൻ കുടുംബങ്ങളുടെയും അതേപോലെ പള്ളികളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം വൈൻ വിളമ്പുന്നത് എന്തിനാണ്? വൈൻ വീര്യം കുറഞ്ഞ മദ്യമല്ലേ? അപ്പം അത് പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ? മുന്തിരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ? ഇതേപോലെയാണ് ഇപ്പോൾ കശുവണ്ടിയിൽ നിന്നും പഴങ്ങളിൽ നിന്നും മറ്റു പഴങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന
വൈനും അതേപോലെ തന്നെ അതേപോലെ വീര്യം കുറഞ്ഞ മദ്യവുമല്ല. അത്തരം കാര്യങ്ങൾ ഒറ്റഘട്ടത്തിൽ നിരോധിക്കുന്നതിന് പകരം അത്തരം കാര്യങ്ങൾ നിർത്തി വീര്യം കൂടിയ മദ്യത്തിന് ടാക്സ് കൂട്ടി അത് ഉപയോഗം കുറച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അതാണ് സൈക്കോളജിക്കലായിട്ട് ജനങ്ങളെ മാറ്റിയെടുക്കാനുള്ള വഴി. അതിൽ തെറ്റായിട്ട് യാതൊന്നും തന്നെയില്ല. മാത്രമല്ല അതിനെ ടാക്സ് കുറപ്പിച്ചതുകൊണ്ട് ഇത്തരം മദ്യങ്ങൾ ആൾക്കാർ വാങ്ങുകയും ചെയ്യും കൂടുതൽ. സാർ, ഇവിടെ നമ്മുടെ കള്ളിൽ നിന്ന് നീര എന്ന് പറഞ്ഞൊരു പാനീയം എല്ലാം ഉൽപ്പാദിപ്പിച്ച് അത് വിൽപ്പന നടത്തിയിരുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ കള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച നീര ഒരു ഔഷധമുള്ള ഒരു മദ്യം കൂടിയാണ് എന്നുള്ളതാണ് സത്യം. അതെന്താ ഇപ്പം ഉണ്ടാവാത്തത്? അത്തരം ഇവിടെ കേരളത്തിലെ തെങ്ങ് കൃഷി കൂടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നീര പോലുള്ള ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ? കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിന് വരുമാനം കൂട്ടാനും അതേപോലെ അതിൻ്റെ ഔഷധ ഗുണമുള്ള അത് കഴിക്കുന്നത് നല്ലതാണെന്ന് അറിഞ്ഞിട്ട് കൂടിയല്ലേ അത്തരം കാര്യങ്ങൾ വരുന്നത്. പരിമിതമായ മദ്യം ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല, ഇതുവരെ ജീവിതത്തിൽ മദ്യം ഉപയോഗിക്കാത്ത ഒരാളാണ്, എനിക്ക് താല്പര്യവുമില്ല. പക്ഷേ മദ്യം എല്ലാം തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഈവൻ ഞാൻ പറയുന്നത് കഞ്ചാവ് ഔഷധച്ചെടിയാണ് എന്നുള്ള ധാരാളം പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ കടങ്ങളും വീട്ടാൻ പറ്റുന്ന ഒരു ഔഷധമാണ് കഞ്ചാവ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ അത് ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, മയക്കുമരുന്നിനല്ല ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കത്തക്കതിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ വലിയ തോതിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഔഷധി പോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ക്യാൻസർ അടക്കമുള്ള മരുന്നുണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ പറയുന്ന കഞ്ചാവ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല കഞ്ചാവ് ഉണ്ടാക്കുന്നത് കേരളത്തിലെ ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന ഇടുക്കിയിലാണ്. അവിടെ കൃത്യമായി ഇത് ഉൽപ്പാദിപ്പിക്കുകയും ഔഷധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ ലോക വിപണിയിൽ ഇത്തരം ഔഷധങ്ങൾക്ക് ഭയങ്കര മാർക്കറ്റ് ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം അടച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്. ഈ അടുത്ത കാലത്ത് പി അശോക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, IAS കഞ്ചാവിനെതിരെയുള്ള നിരോധനം നീക്കണം. ഇന്ത്യയിൽ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാറില്ല, അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാറില്ല, മയക്കുമരുന്നിനെതിരാണ് ഞാൻ. പക്ഷേ കഞ്ചാവ് എന്ന് പറയുന്ന ചെടി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും അടക്കമുള്ള പല പ്രമുഖ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, അവിടെ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഏറ്റവും നല്ല കഞ്ചാവ് കിട്ടുന്ന കേരളത്തിൽ അത് ഉൽപ്പാദിപ്പിച്ചുകൂടാ? അത്തരം കാര്യങ്ങൾ കൂടി ഗവൺമെൻറ് പഠന വിധേയമാക്കി കൃത്യമായി പഠിച്ച് ഗവേഷണം നടത്തേണ്ടതുണ്ട്. എല്ലാത്തിനെയും കണ്ണടച്ച് ഇരുട്ടാക്കുകയും കണ്ണടച്ച് ആക്ഷേപിക്കുകയല്ല വേണ്ടത്. അപ്പോൾ MP രാജേഷിൻ്റെ ഇത്തരം പ്രസ്താവനകളെല്ലാം തന്നെ അദ്ദേഹം മലർന്നു കിടന്ന് തുപ്പുകയാണ്. അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ, അദ്ദേഹം കോടിക്കണക്കിന് രൂപ കൈക്കൂലി പിണറായി വിജയനും അദ്ദേഹം കൂടി വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അവർക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവർക്കറിയാം കൈക്കൂലി കിട്ടാറുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരുടെ പേരിൽ ഇപ്പോൾ ഭരണം മാറിയപ്പോൾ VD സതീശൻ്റെ പേരിൽ വേറൊന്നും പറയാനില്ല, ഇത് തലയിൽ കെട്ടിവെക്കാം എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഇപ്പോൾ MP രാജേഷ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് സ്വന്തം മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. അദ്ദേഹം നിയമസഭയിലും പുറത്തും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അദ്ദേഹത്തിനുള്ള മറുപടിയായി തീരും എന്നുള്ളതാണ് സത്യം.